നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ചായ പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഒരു 7 ചക്കച്ചുള എടുത്തിട്ടുണ്ട്, പഴുത്ത വെരിക്കപ്പഴം. അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടിയിലേക്ക് അരച്ച് വെച്ച ചക്ക കുറച്ച് ചേർത്ത് കൊടുത്ത്, മുഴുവനായി ചേർക്കണ്ട, കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഇത് കുഴച്ചെടുക്കാൻ പാകത്തിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത്, മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കുഴച്ച് കഴിഞ്ഞ് മധുരം ഉണ്ടോ നോക്കിയിട്ട്. ഇത് കൂടുതൽ മധുരം വേണ്ട, ഈ പലഹാരത്തിന് ഒരു ലൈറ്റായിട്ടുള്ള മധുരം മാത്രം മതി. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. പൊടി ഇടയ്ക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് അധികം കട്ടിയാവേണ്ട, അധികം ലൂസും ആവാത്ത ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ വീഴുന്ന ഭാഗത്തിൽ കുഴച്ചെടുക്കണം. നല്ല പോലെ കുഴച്ചെടുക്കണം. നല്ല പോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഇത് ഈ ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഈ ഒരു പാകത്തിൽ ഇത് കുഴച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2-3 മണിക്കൂർ കഴിഞ്ഞ് തുറന്നെടുക്കാം. ഇനി ഇത് പലഹാരം ഉണ്ടാക്കാനായി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് കൈ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ മാവ് എടുക്കണം. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൈ വെള്ളത്തിൽ മുക്കുന്നത്. ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കയ്യിൽ പെട്ടെന്ന് എണ്ണയിലേക്ക് വീഴും. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കയ്യിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ഈ പലഹാരം കിട്ടും. നല്ലപോലെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം സിമ്മിൽ വെക്കണം. ഇതിട്ട് കൊടുത്ത് എണ്ണ അധികം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറമേ കരിഞ്ഞ് ഉള്ളിൽ വേവാതെ കിട്ടും. ഇത് ഉള്ളിൽ വെന്ത് കിട്ടണമെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് 2 വശവും തിരിച്ചും മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഇത് പുറമേ നല്ല ഗോൾഡൻ കളറാവുമ്പം ഇത് കോരിയെടുക്കാം. അതുവരെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ഉള്ളിൽ നല്ലപോലെ വേവണമെങ്കിൽ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ അധികം എണ്ണയൊന്നും കുടിക്കൂല. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നേ ഉള്ളൂ. എണ്ണ കുടിക്കുകയില്ല. എണ്ണ അധികം കുടിക്കാത്തൊരു പലഹാരമാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചക്ക കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇത് 2 വശവും നല്ലപോലെ മുരിഞ്ഞ് നല്ല കളർ വന്നിട്ടുണ്ട്. ഈ കളറിൽ വരുമ്പം പൊരിയെടുക്കാം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമേ ഇങ്ങനെ കളർ വരും, ഉള്ളിൽ പോവാതെ കിട്ടും. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് 2 വശവും മൊരിയിച്ചിട്ടെടുക്കണം. എല്ലാ മാവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പലഹാരം. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.